മൂന്നാറിൽ സർക്കാർ പണികഴിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാകാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട്. ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന്റെ കെട്ടിടത്തോട് ചേർന്നുള്ള 5 ഏക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത്. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് ദേവികുളം MLA അഡ്വക്കേറ്റ് എ രാജ പറഞ്ഞു. മൂന്നാറിലും മറയൂരിലും വട്ടവടയിലുമൊക്കെയുള്ള സാധാരണക്കാർ നിലവിൽ അടിമാലി താലൂക്ക് ആശുപത്രിയിലെത്തിയാണ് ചികിത്സ തേടുന്നത്. ഇതിന് കിലോമീറ്ററുകളോളം സഞ്ചരിക്കേണ്ടതായുണ്ട്. മൂന്നാറിൽ മെച്ചപ്പെട്ട ചികിത്സാ സൗകര്യമൊരുക്കുകയെന്ന ലക്ഷ്യത്തോടെയാണ് വർഷങ്ങൾക്ക് മുമ്പ് മൂന്നാറിൽ ആശുപത്രി പണികഴിപ്പിക്കുമെന്ന സർക്കാർ പ്രഖ്യാപനമുണ്ടായത്. ഇതുമായി ബന്ധപ്പെട്ട തുടർ പ്രവർത്തനങ്ങൾ ഇഴയുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള ആശുപത്രി യാഥാർത്ഥ്യമാക്കാൻ വേണ്ടുന്ന പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA അറിയിച്ചത്. കിഫ്ബിയിലൂടെ 78 കോടി രൂപയാണ് ആശുപത്രി നിർമ്മാണത്തിന് അനുവദിച്ചിട്ടുള്ളത്. ദേവികുളത്ത് നിലവിൽ പ്രവർത്തിക്കുന്ന CHCയുടെ കെട്ടിടത്തോട് ചേർന്നുള്ള 5 ഏക്കർ ഭൂമിയാണ് ആശുപത്രി നിർമ്മാണത്തിനായി കണ്ടെത്തിയിട്ടുള്ളത്. പദ്ധതിയുടെ DPR തയ്യാറാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്ന് അഡ്വക്കേറ്റ് എ രാജ MLA പറഞ്ഞു. ഒരു 2 നില കെട്ടിടമാണ്. ഗ്രൗണ്ട് ഫ്ലോർ, അതുപോലെ 1, 2 അങ്ങനെ 2 നില കെട്ടിടങ്ങളിലായി ഇവിടെ ജനറൽ മെഡിസിൻ, അതുപോലെ ഗൈനക്ക്, പീഡിയാട്രിക്, ഓർത്തോ, പിന്നെ കാർഡിയാക് സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെല്ലാം പരിഹരിക്കാൻ പാകത്തിനുള്ള ആശുപത്രി സൗകര്യങ്ങൾ ആദ്യഘട്ടത്തിൽ കൊണ്ടുവരണമെന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. പിന്നീട് ഒരു കാര്യം കൂടെ, ഇവിടെ പോസ്റ്റ്മോർട്ടം അടക്കം ചെയ്യാൻ പാകത്തിനും ഇതിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആശുപത്രി പണിയണം എന്നാണ് എത്രയും പെട്ടെന്ന് ആഗ്രഹിക്കുന്നത്. ഗവൺമെൻറ്റും ഇതിന് വലിയ സപ്പോർട്ടാണ് നൽകുന്നത്. എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് ഒരു ആശുപത്രിക്ക് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നടക്കുന്നത്. 2 നിലകളിലായി ആശുപത്രി കെട്ടിടം പണികഴിപ്പിക്കുവാനാണ് ലക്ഷ്യമിട്ടിട്ടുള്ളത്. ഏറ്റവും വേഗത്തിൽ DPR തയ്യാറാക്കി തുടർ നടപടികളിലേക്ക് നീങ്ങണമെന്നാണ് സർക്കാർ നിർദ്ദേശം. ആളുകൾക്ക് മികച്ച ചികിത്സ നൽകാൻ വേണ്ടുന്ന വിവിധ വിഭാഗങ്ങളിലെ പ്രവർത്തനങ്ങൾക്ക് ഉതകുന്ന നിലയിൽ ആശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം നടത്തുവാനാണ് ലക്ഷ്യമിടുന്നതെന്നും എ രാജ MLA വ്യക്തമാക്കി. ആശുപത്രി യാഥാർത്ഥ്യമായാൽ തോട്ടം മേഖലയുടെ ആരോഗ്യരംഗത്ത് ഇത് വലിയ കരുത്താകുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, മൂന്നാർ.